ടിക്കറ്റ് ഫിനാലെ ബോണസ് ടാസ്ക് 7 കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇനി നാളെ ഒരൊറ്റ ടാസ്കേ ഉള്ളുവെങ്കിൽ, കാരണം നാളെ ഫ്രൈഡേ ആണ്, അപ്പോൾ ഒരു ടാസ്കും കൂടി ഇനി വരാൻ സാധ്യതയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു ടാസ്ക് കൂടിയേ ബാക്കിയുള്ളൂവെങ്കിൽ ഈ പറയുന്ന പോലെ ഇന്നൊരു ടീം ജയിച്ചു, അഭിഷേകിൻ്റെയും ഋഷിയുടെയും അർജുൻ്റെയും ജാസ്മിൻ്റെയും ടീം ജയിച്ചു, അവരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ ഒരൊറ്റ ടീമും ഇല്ല. നാളെ ഇനി ഹൈ സ്കോർ നേടിയിട്ട് തൊട്ട് പിന്നാലെ ഉള്ളത് നമ്മുടെ ടണൽ ടീമാണ്, അതായത് അപ്സരയുടെയൊക്കെ ടീമാണ്. അവർക്ക് 3 പോയിന്റ് കിട്ടിയാൽ പോലും ഈ പറയുന്ന പോലെ നമ്മുടെ ജാസ്മിൻ്റെ ടീമിൻ്റെ കൂടെ ഇടിച്ചിടിച്ച് നിൽക്കത്തേ ഉള്ളൂ. അല്ല, ഇപ്പോൾ 7 ടാസ്ക് എന്തായാലും കഴിഞ്ഞു. ഇനി ഇന്നും നാളെയും കൂടെ വെച്ചിട്ട് ഒരു 3 ടാസ്ക് കൊടുത്ത് മൊത്തം 10 ആക്കുകയാണെന്നുണ്ടെങ്കിൽ കളി മാറും. ഈ 10 ടാസ്ക് ആക്കാതെ ഇനി നാളെ ഒരൊറ്റ ടാസ്കേ ഉള്ളുവെങ്കിൽ ഈ പറയുന്ന പോലെ ടണല് 3 പോയിന്റ് അടിച്ചാൽ, ടണൽ 3 പോയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ഇവർ തമ്മിലൊരു ടൈ മത്സരം വരും. ആ ടൈ മത്സരത്തിൽ ഒരു ടീമിന് വരും, ആ ടീമിനകത്തൊരു ഇൻഡിവിജ്വൽ മത്സരം വരും, അതിനകത്ത് ഒരാൾക്കോ ഒന്നിലധികം പേർക്കോ കിട്ടും. അല്ല, നാളെ ഇനി ഒരൊറ്റ ടാസ്കേ ഉള്ളുവെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടക്കത്തില്ല. ഇന്ന് ഏത് ടീമാണോ ജയിച്ചത് അവർ തന്നെയാണ് നാളെ ജയിക്കാൻ. ഒരു 95% ചാൻസും ഇന്ന് ജയിച്ച ആൾക്കാർ തന്നെയായിരിക്കും നാളെ ജയിക്കാൻ ചാൻസ്. കാരണം പോയിന്റുകൾ നിൽക്കുന്നത് 16, 13, 12, 6 എന്നുള്ള ലെവലിലാണ്. ഈ 6 കിട്ടിയിട്ടുള്ള ടീമിന് നാളെ ഇനി ജയിച്ച് 3 പോയിന്റ് കിട്ടിയാൽ പോലും 9 ആവുന്നുള്ളൂ. 12 കിട്ടിയ ടീമിന് 3 പോയിന്റ് കിട്ടിയാൽ 15 ആവത്തുള്ളൂ. അതേസമയം 13 പോയിന്റ് കിട്ടിയ ടണൽ ടീം ചിലപ്പോൾ 3 പോയിന്റും കൂടെ നാളെ അടിച്ചു കഴിഞ്ഞാൽ 6 അവർക്ക് കിട്ടും. പക്ഷേ അവിടെയും ഈ പറയുന്ന പോലെ നെക്സ്റ്റ് ടീം 1 പോയിന്റ് കൂടി അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടും അതിൻ്റെ മുകളിൽ. എന്തായാലും നാളെ അവർ ജയിക്കും. 1 പോയിന്റ് എങ്കിലും നാളെ അവർക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ, ടണൽ ടീം നെക്സ്റ്റ് ടീമിന് 1 പോയിന്റ് എങ്കിലും നാളെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അവർ ജയിക്കും, ഉറപ്പാണ്, അവർ ജയിക്കും. അതാണ് നടക്കാൻ പോകുന്നത്. ഇനി ഒരു ടാസ്കേ ഉള്ളുവെങ്കിൽ, ഇതിപ്പോൾ 7 ടാസ്ക് ആയതുകൊണ്ട് റൗണ്ട് ചെയ്ത് 10 ആക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഋഷിയുടെയും അപ്സരയുടെയും ഋഷിയുടെയും അർജുൻ്റെയും ജാസ്മിൻ്റെയും അഭിഷേകിൻ്റെയും ടീമായിരിക്കും ജയിക്കാൻ 95% ചാൻസ് ബോണസ് പോയിന്റ് ടാസ്കിൽ. ചിലപ്പോൾ ഇത് 1 പോയിന്റ് 2 പോയിന്റ് കിട്ടുന്നതായിരിക്കും. ഇതിനടുത്ത് ടിക്കറ്റ് ഫിനാലെ തുടങ്ങുമ്പോൾ അതിനെ കൂട്ടത്തിൽ ആടെയും. കാരണം വരുന്ന മൺഡേ ടിക്കറ്റ് ഫിനാലെ അല്ലെങ്കിൽ ട്യൂസ്ഡേ ടിക്കറ്റ് ഫിനാലെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ലൈവിൽ എന്താണ് നടന്നത്? അഭിഷേകിൻ്റെയും ഋഷിയുടെയും ടീം ജയിച്ചു. തോറ്റത് നോറയുടെയും അൻസിബയുടെയും ടീമാണ്, ശ്രീധുവിൻ്റെയൊക്കെ ടീമാണ്. കള്ളത്തരം നടന്നു ടാസ്കിനകത്ത്. എന്തായിരുന്നു ടാസ്ക്? ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു ടാസ്ക്. ലൈവിൽ എന്താണ് നടന്നതെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ടാസ്ക് കട്ടപ്പ ബോണസ് പോയിന്റ് ടാസ്ക് 7 ആണ്. വേഗതയും ടൈമിങ്ങും ഉണ്ടായിരിക്കണം. ക്ഷമ നശിക്കാതെ ആത്മവിശ്വാസത്തോടെ കളിക്കാനുള്ള ടാസ്ക്കാണിത്. 2 ഘട്ടങ്ങളായാണ് ഈ ടാസ്ക് നടക്കുന്നത്. ആദ്യം ബസറടിക്കും. ഈ ബസറടിക്കുന്ന സമയത്ത് ഓരോ ടീമിൽ നിന്നും 2 പേര് മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ളവർ മുഴുവൻ ജഡ്ജാണ്. ബസർ ടു ബസർ 2 ഘട്ടമായിട്ടാണ് ടാസ്ക് നടക്കുന്നത്. ആദ്യം ബസറടിക്കുമ്പോൾ ഒരു ടീമിലെ 2 വ്യക്തികൾ വേണം മത്സരിക്കാനായി വരേണ്ടത്. ഗാർഡൻ ഏരിയയുടെ ഒരറ്റത്തായിട്ട് നീലക്കട്ടയും ചുവപ്പ് കട്ടയും മല പോലെ കൂട്ടിയിട്ടിരിക്കും. ഒരു ടീമിൽ നിന്നും 2 പേര് വരും. ഒരാൾ പോയി ചുമപ്പ് കട്ട മാക്സിമം കളക്ട് ചെയ്യുക, ഒരാൾ പോയി നീലക്കട്ട മാക്സിമം കളക്ട് ചെയ്യുക. ബസർ ടു ബസറാണ്. അടുത്ത ബസർ അടിക്കുന്നവരെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഓരോ ടീമിനും ഓരോ 2 ദ്വാരങ്ങളുള്ള ഓരോ ചുമര് വീതമുണ്ട്. ഓരോ ടീമിനും ഒരു ചുമരുണ്ട്, 2 ദ്വാരങ്ങൾ വീതമുള്ള ചുമരാണ്. അപ്പോൾ നിങ്ങൾക്ക് പോയി കളക്ട് ചെയ്തുകൊണ്ട് വന്ന് ബസർ ടു ബസർ അടിക്കുന്നതിന് മുമ്പ് ആദ്യത്തെ ബസർ അടിച്ച് 2ാമത്തെ ബസർ വരെ നിങ്ങൾക്ക് പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇടാം. അതിനുശേഷം അടുത്ത ബസർ അടിക്കുന്ന സമയത്ത്, 3ാമത്തെ ബസർ അടിക്കുന്ന സമയത്ത്, ഇപ്പോൾ മതിലാണല്ലോ, മതിലിൻ്റെ ഒരു വശത്ത് ചുവപ്പ് കട്ട കൊണ്ടിടുന്ന ഒരാളും അപ്പുറത്തെ വശത്ത് നീലക്കട്ട കൊണ്ടിടുന്ന ഒരാളും കാണുമല്ലോ ഒരു ടീമിൻ്റെ. അപ്പോൾ ചുമപ്പ് കട്ട കൊണ്ടുവന്ന ഞാൻ ഈ ഇവിടെയുള്ള പൊത്തിലൂടെ അങ്ങോട്ട് എൻ്റെ ചുമപ്പ് കട്ട കൊടുക്കുകയും അതേസമയം അപ്പുറത്ത് നിന്നും അയാൾ നീലക്കട്ട അപ്പുറത്തെ പൊത്തിലൂടെ ഇടും. ആ പൊത്തിലൂടെ ഞാൻ നീലക്കട്ട വാങ്ങിച്ച് ഇവിടെ അടുക്കുകയും വേണം. ഞാനിവിടെ നീലക്കട്ട വാങ്ങി അടുക്കുന്നതിനോടൊപ്പം തന്നെ ചുവപ്പ് കട്ട അങ്ങോട്ട് കൊടുത്ത് അയാളും അടുക്കണം. അങ്ങനെ ഒരേ സമയം വേണം ഈ ഒരു ടാസ്ക് ചെയ്യാനായിട്ട്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ സെയിം. പക്ഷേ തമിഴിൽ കുറച്ചുകൂടി ഡിഫിക്കൽട്ടായിരുന്നു. കാരണം ഇപ്പം പെയിൻ്റ് അടിച്ച് വെച്ച കട്ടകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ കയ്യിലൊക്കെ ഒട്ടുന്നുണ്ടായിരുന്നു. ഒട്ടി ഇവർക്ക് കൊടുക്കാനും പറ്റുന്നില്ല. അങ്ങോട്ട് ഈ പൊത്തൊക്കെ കുറച്ച് ചെറുതായിരുന്നു. ഇങ്ങനെ അനക്കി കഴിഞ്ഞാലേ കയറത്തുള്ളൂ. പക്ഷേ ഇത് ഭയങ്കര സിമ്പിളായിരുന്നു. നമ്മൾ ഇന്നലെ പ്രൊമോയിൽ കണ്ടപ്പോൾ ഇത്തിരി പാടാണെന്ന് തോന്നിയെങ്കിലും തമിഴ് ബിഗ് ബോസിൻ്റെ അത്ര പാടൊന്നുമില്ലായിരുന്നു. നല്ല എളുപ്പമായിരുന്നു. കാരണം അതിനകത്ത് പശ ഇപ്പം പെയിൻ്റ് അടിച്ചതായിരുന്നു. ഈ ചുവപ്പക്കട്ടയും നീലക്കട്ടയൊക്കെ ഇപ്പം പെയിൻ്റ് അടിച്ചതായിരുന്നത് കൊണ്ട് അതിൻ്റെ പെയിൻറ്റിൻ്റെ ഇത് ഒട്ടുമായിരുന്നു. അപ്പം ഇവർക്ക് കയറ്റാനും കയ്യിൽ ഒട്ടി പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു പാടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ
അടുത്ത മൂന്നാമത്തെ ബസർ അടിക്കുമ്പോഴാണ് ഇത് അങ്ങോട്ട് കൊടുക്കേണ്ടതും ഇങ്ങോട്ട് വാങ്ങിക്കേണ്ടതും. മാക്സിമം ഇവിടെ ഉള്ളത് അപ്പുറത്തും അപ്പുറത്തുള്ളത് ഇപ്പുറത്തും കളക്ട് ചെയ്യണം. അത് ഒരേ സമയം വേണം കളക്ട് ചെയ്യാൻ. അത് ജോഡികളായിട്ട് വേണം. ഒരു ജോഡി കൊടുത്തു, ഒരു ജോഡി വാങ്ങിച്ചു, ഒരു ജോഡി കൊടുത്തു വാങ്ങിച്ചു, അങ്ങനെ വേണം കൊടുക്കാനായിട്ട്. എന്നിട്ട് ആരാണോ അടുത്ത ഫോർത്ത് ബസർ അടിക്കുന്ന സമയത്ത് നിങ്ങൾ നിർത്തണം. എന്നിട്ട് ജഡ്ജ്മെന്റ് ആണ്. ആ ജഡ്ജ്മെന്റ് നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ജോഡികൾ ആരാണോ കൈമാറിയത് അവരുടെ ടീമാണ് ജയിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ഓരോ ടീമിൽ നിന്നും 2 പേര് വേണം മത്സരിക്കാൻ. പീപ്പിൾസ് റൂമിൽ നിന്നും ശ്രീതുവും നോറയും മത്സരിക്കുന്നു. ഡെന്നിൽ നിന്നും ജിൻഡോയും നന്ദനയും മാത്രമേ ഉള്ളൂ, അപ്പോൾ അവർ മത്സരിക്കുന്നു. നെസ്റ്റിൽ നിന്നും അൻസിബയും അഭിഷേകും ഋഷിയും മത്സരിക്കുന്നു. ടണലിൽ നിന്നും അപ്സരയും സായി മത്സരിക്കുന്നു. ഇനി നാളെയൊക്കെ ഉള്ള ടാസ്കിൽ 2 പേര് വെച്ച് മത്സരിക്കത്തുള്ളൂ. കാരണം ജിൻഡോയുടെയും നന്ദനയുടെയും ടീമിൽ 2 പേര് മാത്രമായി. നമുക്ക് കിട്ടുന്ന സംഭവമാണ്, 2 പേര് മാത്രമേ ആയി. അപ്പോൾ അതുകൊണ്ട് ഇനി ബാക്കിയുള്ളവരൊക്കെ ജഡ്ജാവും. ബാക്കിയുള്ളവരൊക്കെ കാരണം അവരുടെ ടീമിൽ നിന്ന് ജഡ്ജ്മെന്റിന് പോകാൻ ഇനി ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ടീമിൽ 2 പേര് മത്സരിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ടീമിൽ ഒരാൾ വേണം ജഡ്ജ് പോകാൻ. അതുകൊണ്ട് ഇനി വരുന്ന ടാസ്കുകൾ മൊത്തം എല്ലാ ടീം അംഗങ്ങളും ജഡ്ജായിരിക്കും. ഇൻഡിവിജ്വൽ ജഡ്ജ്മെന്റ് വരത്തില്ല. ഒരു ടീമിൽ നിന്ന് ഒരാൾ പോകണം, അങ്ങനെ ഒരു സാധനം വരത്തില്ല. കാരണം അങ്ങനെ പോകാനായിട്ട് ആളില്ല ഇനി. അല്ലെങ്കിൽ ഒരു ടീമിൽ നിന്നും ഒരാൾ മത്സരിക്കാൻ പോകണം, അത് വരത്തുമില്ല. ടീം മത്സരമാണല്ലോ. അപ്പോൾ ജഡ്ജസ് എന്ന് പറഞ്ഞാൽ അൻസിബ, അർജുൻ, ജാസ്മിൻ, സിജോ ഇവരെത്രയാണ് ജഡ്ജസ്. അപ്സരയുടെ ടീമിൽ നിന്നും അപ്സര റെഡ് പറക്കാൻ പോകുന്നവർ, ഓരോ ടീമിൽ നിന്നും റെഡ് പറക്കാൻ പോകുന്നവർ അപ്സര, ജിൻഡോ, അഭിഷേക്, ശ്രീതു ഇവരാണ് റെഡ് പറക്കാൻ പോകുന്നത്. ബ്ലൂ പറക്കാൻ പോകുന്നവർ സായി, നന്ദന, ഋഷി, നോറ ഇവരാണ് ബ്ലൂ പറക്കുന്നത്. അപ്സര റെഡ്, സായി ബ്ലൂ ടണൽ ടീമിൽ നിന്ന്. ജിൻഡോ റെഡ്, നന്ദന ബ്ലൂ ഡെൻ ടീമിൽ നിന്ന്. അഭിഷേക് റെഡ്, ഋഷി ബ്ലൂ നെക്സ്റ്റ് ടീമിൽ നിന്ന്. ശ്രീതു റെഡ്, നോറ ബ്ലൂ നമ്മുടെ പീപ്പിൾ ടീമിൽ നിന്ന്. അങ്ങനെ അവസാനം ജഡ്ജിമാരെ നടത്തുവാണ്. ടണൽ ടീമിന് അപ്സര, സായി, സിജോ ടീം 33 പേരാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന. ടാസ്ക് ഒക്കെ സൂപ്പറായിട്ട് പോകുന്നുണ്ട്. ഇതിനിടയിൽ കള്ളത്തരം നടന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ബസർ ടു ബസർ ടാസ്ക് ഇവർക്ക് കളക്ട് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ ബസർ അടിച്ചിട്ടും ഇവർ പറക്കിക്കൊണ്ട് അടുത്തിങ്ങനെ വരുന്ന സമയത്താണ്, കൊണ്ടിടാൻ വേണ്ടി വരുന്ന സമയത്താണ് ബസർ അടിക്കുന്നത്. അപ്പോൾ ഇവർ കൊണ്ടുവന്ന് അപ്പം തന്നെ അങ്ങ് ഇറങ്ങിയിടുന്നു. അപ്പോൾ കുറേ പേര് ഇഷ്യൂ ആക്കുന്നുണ്ടെങ്കിൽ എല്ലാ ടീമും കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. അപ്പോൾ നോറയുടെ കൺസിൽ പിടിച്ച് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് കൊടുക്കുന്നു. കാരണം എല്ലാവരും ബസർ അടിച്ചിട്ടും കൊണ്ടിടുന്നുണ്ട് ആ ലാസ്റ്റ് ടൈമിൽ. അപ്പം അതുകൊണ്ട് എന്തായാലും അവരെല്ലാവരും കൊണ്ടിടട്ടെ എന്നുള്ള ലെവലിൽ ഒന്നും പിന്നെ പറയുന്നില്ല. അങ്ങനെ ടണൽ ടീം മൊത്തം 33 പേർ കൈമാറുവാണ്. ഡെൻ ടീം അതായത് നന്ദനയുടെയും ജിൻഡോയുടെയും ടീം 36 പേർ കൈമാറുന്നുണ്ട്. നെക്സ്റ്റ് ടീം 44 പേർ അഭിഷേകും ഋഷിയും കൂടെ കൈമാറുന്നുണ്ട്. പീപ്പിൾ ടീം 32 പേർ ശ്രീതുവും നോറയും കൂടെ കൈമാറുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പേര് കൈമാറിയത് നെക്സ്റ്റ് ആണ്, 44 പേര്. അപ്പോൾ അവർക്ക് 3 പോയിന്റാണ് കിട്ടുന്നത്. അടുത്ത് തൊട്ട് താഴെ 36 പേര് കൈമാറിയ ഡെന്നിന് 2 പോയിന്റ് കിട്ടുന്നു. തൊട്ട് താഴെ 33 പേര് കൈമാറിയ ടണൽ ടീമിന് 1 പോയിന്റ് കിട്ടുന്നു. തൊട്ട് താഴെ 32 പേരാണ് കൈമാറിയതെങ്കിൽ പോലും അവസാനം ആയതുകൊണ്ട് പീപ്പിൾ റൂമിന് 0 പോയിന്റാണ് കിട്ടുന്നത്. അപ്പം നേരത്തെ ടാസ്ക് 6 അവസാനിക്കുമ്പോൾ നെസ്റ്റിനുണ്ടായിരുന്നത് 13 പോയിന്റ് ആയിരുന്നു. ആ 13ൻ്റെ കൂടെ 3 പോയിന്റും കൂടെ ആയി 16 പോയിന്റായി. ഇപ്പോൾ നേരത്തെ ടാസ്ക് അവസാനിക്കുമ്പോൾ ടണലിന് 12 പോയിന്റ് ആയിരുന്നു. ആ 12 പോയിന്റിൻ്റെ കൂടെ 1 പോയിന്റും കൂടെ കിട്ടി, അവർക്ക് 13 പോയിന്റ് ആവുന്നു. നേരത്തെ 6ാമത്തെ ടാസ്ക് അവസാനിക്കുമ്പോൾ ഡെന്നിന് 10 പോയിന്റ് ആയിരുന്നു. ആ 10 പോയിന്റിൻ്റെ കൂടെ 2 പോയിന്റ് കൂടെ കിട്ടി, അവർക്ക് 12 ആവുന്നു. അടുത്ത പീപ്പിൾ റൂമിന് നേരത്തെ 6 പോയിന്റ് ആയിരുന്നു, ഇപ്പോൾ 1 പോയിന്റും കിട്ടുന്നില്ല, അവർക്ക് 6 തന്നെയാണ്. അപ്പം നെസ്റ്റിന് 16 പോയിന്റ് ടോട്ടൽ, ടണലിന് 13, ഡെന്നിന് 12, പീപ്പിളിന് 6. ഇങ്ങനെയാണ് പോയിന്റുകൾ ഇപ്പം നിൽക്കുന്നത്. നാളത്തെ ഒരു ടാസ്കും കൂടെ വരുമ്പോൾ എന്തായാലും 1 പോയിന്റെങ്കിലും കിട്ടുവാണെങ്കിൽ നെക്സ്റ്റ് ടീം വിജയിക്കും. അത് ഒരു ടാസ്ക് മാത്രമേ ബാക്കിയുള്ളൂ എന്നുണ്ടെങ്കിൽ, അങ്ങനെയെങ്കിൽ 1 പോയിന്റ് മതി, നെക്സ്റ്റ് ടീം വിജയിക്കും. ജാസ്മിൻ, അഭിഷേക്, ഋഷി, അർജുൻ ഇവരുടെ ടീം വിജയിക്കും. നമുക്ക് നോക്കാം. അതല്ല ഒന്നിൽ കൂടുതൽ ടാസ്ക് ഉണ്ടെങ്കിൽ ട്വിസ്റ്റുകൾ വരും, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്വിസ്റ്റും വരാൻ പോകുന്നില്ല. അപ്പോൾ ഇതാണ് ടാസ്ക്. സിമ്പിൾ ടാസ്ക് ആയിരുന്നു. തമിഴിൽ ഈ സെയിം ടാസ്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത്ര പാടൊന്നും ഉണ്ടായിരുന്നില്ല. തമിഴിലൊരു ഷോപ്പിംഗ് റീപേയ്മെന്റ് ടാസ്ക് ആയിട്ട് യുഗേന്ദ്രനും മായയും കൂടി പെർഫോം ചെയ്തൊരു ടാസ്ക് ആയിരുന്നു ഇത്. അതിനകത്ത് അവർ തോറ്റുപോയി. ഇതിനകത്ത് ഇവരെല്ലാവരും ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുകളും വിശേഷങ്ങളുമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.